ഹലോ ഗൈസ്, എൻ്റെ പേര് അച്ചു. ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസിൽ ഇപ്പൊ ലൈവിനകത്ത് നടന്നൊരു സംഭവം കേട്ടോ, എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് വന്നാണ്. ഇപ്പൊ ലൈവിനകത്ത് ആദിലയും അനീഷും തമ്മിൽ ഉക്കരനൊരു വഴക്ക് നടന്നു. ഉക്കിനും വഴക്കെന്ന് പറഞ്ഞാൽ ആദിലക്ക് ശരിക്കും പട്ടിപ്പുച്ഛമാണ് അനീഷിനോട്. അത് എന്താണ് ആദില ഇങ്ങനെ പെരുമാറുന്നതല്ല, അനീഷിന്റെ കയ്യിൽ കുഴപ്പമുണ്ട്. പക്ഷെ ആദിലെ ബിഹേവിയർ ഒക്കെ വളരെ മോശമായി പോകുന്നു. നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി പോകുന്നു. അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് കാണിക്കുന്നു. അതിൽ പറയാം പ്രവർത്തിക്ക് എന്തുകൊണ്ടും ചെയ്യും. പക്ഷെ ആദിലയുടെ പെർഫോമൻസ് വളരെ വളരെ മോശമായി പോകുന്നു. ആദിലയുടെ വായിന്ന് വീഴുന്ന വാക്കുകൾ വളരെ വളരെ മോശമായി പോകുന്നു. അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ മോശമായി പോകുന്നു. അനീഷ് ഒരു ഇറിറ്റേറ്റിംഗ് ആണ്. അനീഷ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അറിയാം. പക്ഷെ അതിന് പ്രതികാരമായിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര അനീഷിനേക്കാൾ ഇറിറ്റേറ്റിംഗ് ആണെന്ന് തോന്നി. ഇപ്പൊ ആദിലയുടെ പല പ്രവൃത്തികളാണ്. എന്തെന്ന് വെച്ചാൽ ഉണ്ടായെന്ന് വെച്ചാൽ ഇവര് വെസൽ ടീമാണല്ലോ, വെസലിൽ പാത്രം കഴിയണം. അപ്പൊ രാവിലെ ജിഷിനും ആദിലയും കൂടെയാണ് പാത്രം കഴിയുന്നത്. അപ്പൊ ജിഷിന്റെ പാത്രം കഴുകി വെച്ചിട്ട് പോയി. ആദിലയുടെ പാത്രം കഴുകുന്നത്. ആദിലക്ക് നേരത്തെ തൊട്ടേ വെസലില് പണിയെടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഇതിന് മുന്നേ ഇപ്പൊ വരുന്നതിന് മുന്നേ അനീഷ് കിച്ചൺ ടീമിലായിരുന്ന സമയത്ത് ആദിലും കിച്ചൺ ടീമിലുണ്ടായിരുന്നു. അപ്പൊ രാത്രിയിൽ ആദില പാത്രം കഴുകാതെ അനീഷ് വന്നിന്ന് എണീറ്റ് പോയി പാത്രം കഴുകുക ജയിലിന്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനത്തെ സീൻസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പൊ അതിലേക്ക് പൊതുവെ പാത്രം കഴുകാൻ മടിയുള്ള ഒരാളാണ് ആദില. അപ്പൊ ജിഷിന്റെ ഭാഗമായി രാവിലത്തെ പാത്രം കഴുകി വെച്ചിട്ട് പോയി. പിന്നെ കഴുകേണ്ട ആദിലയാണ്. മാവ് കുഴച്ച പാത്രങ്ങൾ, ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ച പാത്രങ്ങളൊക്കെയാണ് കഴുകാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ അനീഷ് വന്ന ആദിലെ നൂറയും രാനിമോൾ അവരെ കൂടെ ബെഡ്റൂമിൽ കട്ടിലെ കിടക്കുകയാണ്. അപ്പം അനീഷ് വന്ന ആദിലോട് പറഞ്ഞു, ആദില പാത്രം കഴുകുമെന്ന് പറഞ്ഞു. ആദില ഞാൻ കഴുകുന്നില്ല, തനിക്ക് എന്താടോ? അപ്പൊ അനീഷ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അനീഷിന്റെ ഒരു ഇതാണല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് പുള്ളിക്കാർക്ക് ഇറിറ്റേറ്റിംഗ് ആയി. അപ്പൊ കുറെ 1.5 മണിക്കൂറായിട്ട് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞു തന്നെ. അപ്പൊ ഈ പുള്ളി പറഞ്ഞു അപ്പൊ അതിലെ പറഞ്ഞു ഞാൻ കഴുകിക്കോളാം, എൻ്റെ അവിടെ ഇട്ടേക്ക. അപ്പൊ ജിഷി പറഞ്ഞു എനിക്ക് അടുക്കളയുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അപ്പൊ എനിക്ക് അവർക്ക് കഴുകി കൊടുക്കണം. അപ്പൊ അവര് അടുത്ത ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വരുമ്പോൾ തന്നെ പാത്രം എല്ലാം കൂടി ഇവിടെ കിടക്കില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് കഴുകി കൊടുത്തോളാം. തനിക്ക് എന്താണോ, താൻ എന്തിനാടോ, തനിക്ക് വിവരം വേണോ, തന്റെ തലയ്ക്കകത്ത് തന്നെയാണോ, ഒന്നുമില്ലേ, താൻ ഇവിടുന്ന് മാറിപ്പോടാ. അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഒരു മയമില്ലാത്ത രീതിയിലാണ് അതിൽ സംസാരിക്കുന്നത്. ആർക്ക് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ അതിലൂടെ ഇപ്പോൾ ഇന്നലത്തെ ആണേലും അനീഷിനോടുള്ള പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ഒരുമാതിരി വൃത്തികെട്ട രീതിയിലാണ് അതിൽ അനീഷിനോട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അനീഷ് പറഞ്ഞു അതിലെ കഴുകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വന്ന് കഴുകിക്കോളാം എന്നാ അനീഷ് പറഞ്ഞു. അപ്പൊ തന്നെ താൻ കഴിയില്ല, തന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അനീഷിന്റെ ബെഡിൽ പോയി ബെഡ്ഷീറ്റും തലവണ്ണി ആ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ എടുത്ത് ബെഡ്ഷീറ്റില്ല പുതപ്പെടുത്ത ആ ബെഡ്റൂമിന്റെ തറയിലോട്ട് എറിയുന്നു. പിന്നെ പില്ലോ 2 എടുത്തോണ്ട് ഹാളിൽ കൊണ്ടെറിയുന്നു. അതെന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് അതിൽ കാണിക്കുന്നത്? അയാളെ നല്ല വൃത്തിക്ക് നല്ല ഇതായിട്ട് നീറ്റായിട്ട് വെച്ചേക്കുന്നല്ലേ. ആ കാര്യത്തിനൊക്കെ എന്തിനാ ഈ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണ്ട്? ഈ തറയിൽ കൂടെ എത്രയോ പേര് ബാത്റൂമിൽ പോയാൽ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇവർ ആ പരിക്കകത്തൂടെ മൊത്തം നടക്കുന്നത്. ഇവരങ്ങനെ സെപ്പറേറ്റ് വേറെ ചെരുപ്പുകളൊന്നും ഇവര് ബാത്റൂമിൽ പോകുന്നത് അങ്ങനെ എല്ലാവരും നടക്കുന്നതും ഉള്ള സ്ഥലത്തോട്ട് അനീഷിന്റെ തലവണ്ണയെ കൂടെ കൊണ്ടുവരുന്നു. വളരെ മോശം അതിൽ കാണിച്ചിരിക്കുന്നത്, വളരെ മോശം. അതിലേക്ക് പറയാം, പക്ഷെ പറയുന്നതിനും കാണിക്കുന്നതിനും ഒരു മര്യാദ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അനീഷിനോട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിലെ കഴിയുമ്പോൾ അനീഷ് അവിടെ നിന്ന് അതിൽ വരുന്നില്ലാത്ത കാരണം അനീഷ് അവിടെ വെസലിൽ നിന്ന് പാത്രം കഴുകുക. അപ്പൊ അതിലത് തട്ടിപ്പറിച്ചിട്ട് സ്പൂണൊക്കെ കൂടെ കിച്ചണിന്റെ തറയിലോട്ട് വലിച്ചെറിയുന്നു. എന്നിട്ട് അനീഷിന്റെ മേത്തോട്ട് വെള്ളം വീഴാനായിട്ട് ഇങ്ങനെ തീർച്ചയായും അനീഷിന്റെ മേത്തോട്ട് വെള്ളം തെറിക്കുന്നു. എന്തൊക്കെ കോപ്രായമാണോ അതിലെ കാണിച്ചു കൂട്ടുന്ന. അതിൽ ശരിക്കും അതിലെ നൂറാൻ ജസ്റ്റ് പോസിറ്റീവായിട്ട് വന്നതായിരുന്നു. ആദിലയുടെ പെർഫോമൻസ് കണ്ട് അതിലിപ്പോൾ ശരിക്കും നെഗറ്റീവ് ആവുന്ന പരിപാടിയാണ് അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തറയിൽ പില്ലോയൊക്കെ വലിച്ചെറിയുമ്പോൾ ഷാനവാസ് വന്നാൽ നീ എന്തിനാ അങ്ങനെ കാണിക്കണം, നീ ഇങ്ങനെ കാര്യമുള്ള പുള്ളി എങ്ങനെ പറയുന്നതാണ്, നീ എന്തായി കാണിക്കുന്നതാണ് ഷാനവാസ് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാനിനി ഇവിടെ വായിരിക്കുന്ന കേൾക്കാൻ വന്നാല, ഞാൻ ഇങ്ങനെ കളിക്കാൻ വന്നാല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അതിൽ കാണിക്കുന്നത്. വളരെ 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 മോശപ്പെട്ട കാര്യമാണ് അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് കാമാവാം. അനീഷിനെ ടാർജറ്റ് ചെയ്ത് കളിക്കുന്നത് തന്നെയാണ്. കളിക്കണം, ബിഗ് ബോസ് ആണ്, കളിക്കണം. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് മയം പറ്റി കുറച്ചുകൂടെ ഒരു ഇതായിട്ട് കളിക്കുക. അനീഷ് അങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. പക്ഷെ പുള്ളിക്കാരിക്ക് ആ രീതി പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തറയിൽ കൂടെ ഒന്നും വലിച്ചെറിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അത് പിടിച്ചു പറിച്ച്
കഴിയുന്നു. പിന്നെ അനീഷ എൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അതിലോട്ട് കുറേ പ്രാവശ്യം വിളിച്ചാൽ എന്നിട്ട് ആദ്യ വന്നില്ല, അതിലെന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നാൽ അനീഷിന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പം കിച്ചൺ ടീമിൽ നടന്നൊരു സംഭവമാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആദിലയുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റവും കാര്യങ്ങളൊന്നും അനീഷിനോടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അനീഷിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അത്രയും നിന്ന് വിളിക്കേണ്ട കാര്യമില്ല, സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും ആദില പറയുന്ന വാക്കുകളും ആദില ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഒരു രസമില്ല കണ്ടുകൊണ്ടിരിക്കാൻ. അതിൽ ശരിക്കും നെഗറ്റീവ് അങ്ങനെയുള്ള പരിപാടിയായിട്ട് അതിൽ നൂറ നല്ല പോസിറ്റീവായിട്ട് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അതിൽ നിന്ന് നേരെ നെഗറ്റീവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിലെ നൂറെ. അപ്പോൾ നൂറ തന്നെ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ എറിയരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങ് കഴുകി വെക്കാം. അങ്ങനെ നൂറ പറയുന്നത്. പക്ഷെ അതിൽ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പം അതിൽ എന്താണ്ടൊക്കെ അതിൽ വിളിച്ച് പറയുന്നുണ്ട് അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും അതിലയുടെ ഗെയിം ശരിക്കും നെഗറ്റീവ് ഗെയിമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ലൈവിൽ നടന്ന സംഭവം കണ്ടപ്പോൾ ഞാൻ വന്ന് പറയാനാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കില്ല. ഓക്കെ ടാറ്റാ.